ഗൈസ്, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ കാത്തിരുന്ന കുടുംബസംഗമത്തിന്റെ പ്രോഗ്രാമാണ് ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി പ്രോഗ്രാംസ് ഒക്കെ കാണാം. കലാപരിപാടികളൊക്കെ ഉണ്ടാവും. മെയിൻ ആയിട്ട് ഡാൻസ്, പാട്ട്, നാടകം അങ്ങനെയൊക്കെ ഉണ്ടാവും. സ്റ്റാർട്ടിങ് തന്നെ ഫസ്റ്റ് പ്രോഗ്രാം രംഗപൂജ ഡാൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഗണപതിയുടെ സോങ് വെച്ചിട്ടുള്ളതായതുകൊണ്ട് വിഘ്നങ്ങൾ മാറ്റാനൊക്കെ നമുക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നും. ഈ ഡാൻസ് ഒരു ഫീൽ ഗുഡ് ഡാൻസ് ആയിരുന്നു. ഈ പ്രോഗ്രാം എവറി ഇയർ കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ടാലന്റ് എന്തായാലും ഡെവലപ്പ് ചെയ്യും. അതായത് ഈ ഡാൻസ്, പാട്ട് അങ്ങനെയുള്ള ടാലൻസ് ഒക്കെ നമ്മൾ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ടാലൻസ് ഒക്കെ നമ്മൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇത് 11th ഇയർ ആണ് ഇപ്പോൾ ആഘോഷിക്കുന്നത് പോലും. അതേപോലെ ഞാൻ എവറി ഇയർ ഡാൻസ് പ്രോഗ്രാം ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇത് SABS സ്റ്റാഫ് ആൻഡ് വോളണ്ടിയേഴ്സ് മെമ്പേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമും കൂടിയാണ്. നമുക്കിതിൽ നല്ലവണ്ണം എൻജോയ് ചെയ്യാനും പറ്റും. നമ്മുടെ ടാലൻസ് ഒക്കെ, പെർഫോമൻസ് ഒക്കെ നല്ലോണം ഡെവലപ്പ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും ഗൈസ്. അങ്ങനെ കുറേ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതൊക്കെ ബെറ്റർ ആവും. പിന്നെ എല്ലാവർക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല ഡാൻസും പാട്ടും കൂത്തും അടിപൊളിയായിരിക്കും. നമ്മൾ മതിമറന്ന് സന്തോഷിക്കുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ്. സോ ഞങ്ങൾ ഇത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓരോ കുട്ടികളൊക്കെ ഡാൻസും പാട്ടൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ചിലതൊക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വ്ളോഗായിട്ട് ഡോക്യുമെന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നവർ എന്തായാലും താഴെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ. ഇവിടെ കുറേ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചിലത് മാത്രമാണ് ഞാൻ എടുത്തത്. ഈ ചെണ്ടക്കൊട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഈ യൂത്തൻസിന്റെ ഡാൻസ് ഉണ്ടല്ലോ, SABSന്റെ അടിപൊളിയായിരുന്നു. അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ അവർ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഓരോ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യാണ്. അതും നമ്മുടെ തുടരും മൂവിയിലെ ഡാൻസ് ആണ്. അത് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ആ സോങ് ഇവിടെ കൊടുക്കാത്തത് ഗൈസ്. ഇതിലേതാ എൻ്റെ ഫേവറേറ്റ് ചോദിച്ചാൽ ഞാൻ എന്തായാലും ഇത് പറയും. ബാക്കി എല്ലാ ഡാൻസും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈവനിങ് ഗസ്റ്റ് ആയിട്ട് വന്നത് നമ്മുടെ സംഗീത മാമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും. ഹൃദയപൂർവ്വം മൂവിയിലെ ആക്ട്രസ് ആണ്. അതേപോലെ ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ആക്ട്രസ് ആണ് മാം. അപ്പോൾ മാമിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഗൈസ് നമ്മൾ വീട്ടിലോട്ട് പോയത്. സോ ഞങ്ങൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മാം തന്നു. എനിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി ഗൈസ്. അപ്പോൾ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു.